കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രിയുടെ ആശുപത്രി വികസന സമിതി രൂപീകരിക്കുന്നതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് നഗരസഭാ ഭരണസമിതി. ഇക്കാര്യം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് കത്ത് നൽകിയതായും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2016 ഉത്തരവ് പ്രകാരം മഞ്ചേരിയിൽ ജനറൽ ആശുപത്രി നിലനിൽക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. എന്നാൽ 2021 ജൂലൈ 28 നിയമസഭയിൽ അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA നൽകിയ ചോദ്യത്തിന് ജനറൽ ആശുപത്രി പുനരാരംഭിക്കുന്ന കാര്യം പരിഗണനയിലില്ല എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത്. ഇതിനുശേഷവും മന്ത്രിയെ നേരിൽ കണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴും ജനറൽ ആശുപത്രിയേക്കാൾ മെച്ചപ്പെട്ട ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജാണ് മഞ്ചേരിയിലുള്ളതെന്നും ചെറണിയിൽ ജനറൽ ആശുപത്രി സ്ഥാപിക്കാൻ നിർവാഹമില്ലെന്നുള്ള മറുപടിയാണ് മന്ത്രി നൽകിയതെന്നും ഇവർ പറഞ്ഞു. ആയുർവേദ ഹോസ്പിറ്റലാണെങ്കിൽ, ഹോമിയോ ഹോസ്പിറ്റലാണെങ്കിൽ ഇതൊക്കെ നമ്മൾ HMC രൂപീകരിച്ചിട്ടാണ്. അല്ലാതെ ഇപ്പൊ മഞ്ചേരി മുനിസിപ്പൽ സ്കൂളുകളും ഇതൊക്കെ നഗരസഭയുടെ കീഴിലുള്ള സാധനങ്ങളാണ്. പക്ഷെ അതൊക്കെ HMC മറ്റു കാര്യങ്ങളും അതേമാതിരി PTA കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ മൊത്തം നമുക്കൊരു കെട്ടിലുണ്ടാക്കി അതിൽ ഡോക്ടർമാരും വിളിച്ചുകൊണ്ട് ചെയ്യാൻ സർക്കാരിന്റെ അനുമതിയില്ല. സർക്കാരിന്റെ അനുമതിക്കുള്ളൂ. അത് പ്രകാരം കേരളത്തിലെ നഗരസഭ ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിലെ മന്ത്രി അത് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ എത്ര കൊല്ലായി, 2016 കഴിഞ്ഞിട്ട് വീണ്ടും ചെയർമാനും വൈസ് ചെയർമാനായി ഞങ്ങളുണ്ടാണ്. ഇന്ന് വരെ ഒരു പേപ്പറും നഗരസഭ സർക്കാർ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടൊന്നും നടത്തിയില്ല. ഇതിന് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും പറയില്ല. നിങ്ങൾക്കറിയാം, നിയമസഭയിൽ തന്നെ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട MLA ചോദിക്കുമ്പോഴും എന്താ ജനറൽ ഹോസ്പിറ്റൽ മഞ്ചേരിയിലുണ്ട്, എന്നാൽ നഗരസഭയെ ഏൽപ്പിച്ചു നഗരസഭയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന മന്ത്രി ഒരു നിയമസഭയിലും പറഞ്ഞില്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയും പാർട്ടിക്കാരുടെ കയ്യടി വാങ്ങുന്നതിനുമാണ് മന്ത്രി മെഡിക്കൽ കോളേജിലെ വേദിയിൽ വെച്ച് ഉത്തരവ് വായിച്ചത്. ജനറൽ ആശുപത്രി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്ന് സർക്കാരിനെ നിരവധി തവണ രേഖാമൂലം അറിയിച്ചതാണ്. എന്നാൽ യാതൊരുവിധ മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. നിയമസഭയിൽ തെറ്റായ മറുപടി നൽകിയ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും അംഗങ്ങൾ പറഞ്ഞു. മന്ത്രി സത്യത്തിൽ ഇന്നലെ പാർട്ടിക്കാരുടെ കയ്യടി വാങ്ങാൻ വേണ്ടി മാത്രം ചെയ്തൊരു സംഗതി, പാർട്ടിക്കാരുടെ കയ്യടി വാങ്ങിച്ച് തിരിച്ചു പോകുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ മന്ത്രി അവിടെ പറയലും പിന്നെ ചെയർപേഴ്സൺ പറയുന്നത് കേൾക്കാനും ഞാൻ പറയുന്നത് കേൾക്കാനും ഒരു മിനിറ്റ് പോലും. ഞാൻ അവിടെ മൈക്കോടി പറഞ്ഞു മന്ത്രി പച്ചക്കള്ള പറയുന്നത് പറഞ്ഞു. അപ്പോഴേക്ക് അവിടെ കൂട്ടുംപൊടി കേട്ട് പിന്നെ സ്വർഗത്തിൽ ചാടി കടന്ന് അല്ല അതിലൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ മന്ത്രി അങ്ങനെ ഒരു പാർട്ടിക്കാരുടെ കയ്യടി വാങ്ങി ഓടിപ്പോയിരുന്നു നേരെ കാണ്ട. ഞാൻ ഈ മന്ത്രി പച്ചക്കളവ പറഞ്ഞ മന്ത്രിന്റെ മുഖത്ത് നോക്കിയിട്ട് പോയി. ഇത് എല്ലാവർക്കും അറിയാം എന്താണ് ഇതിന്റെ സത്യം. വാർത്താസമ്മേളനത്തിൽ ചെയർപേഴ്സൺ VM സുബൈദ, വൈസ് ചെയർമാൻ VP ഫിറോസ്, ആരോഗ്യ സ്ഥിരസമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി, കൌൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ, ഹുസൈൻ മേച്ചേരി, മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹി ഹുസൈൻ പുല്ലഞ്ചേരി എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.